ഈ ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ മഴ പെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ സമയത്തൊക്കെ മഴ പെയ്യുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മഴയത്ത് അവധിക്കാലമല്ലേ, മഴയത്ത് കളിക്കാം, മഴയത്ത് സൈക്കിൾ ചവിട്ടി നടക്കാം, ഇനി ബുള്ളറ്റിലൊക്കെ യാത്ര ചെയ്തൊരു വൈബാക്കാം. ഇനി മറ്റാളുകൾ പറയുന്നത് പോലെയൊക്കെ മഴ കണ്ടിരിക്കാൻ തന്നെ രസമാണ്. അങ്ങനെ ബഹുഭൂരിപക്ഷം ആളുകളുണ്ട്. പക്ഷെ കുറച്ചാളെങ്കിലും മഴ പെയ്യുമ്പോൾ ഈ വെള്ളപ്പൊക്കം പോലെയുള്ള പ്രദേശങ്ങൾ, വെള്ളക്കെട്ടുകളുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ചെറിയ മഴ വരുമ്പോഴൊക്കെ ആളുകൾ ആകുലപ്പെടും. പ്രത്യേകിച്ചും ഇടക്കാല കൃഷികളൊക്കെ ചെയ്യുന്നവരുടെ ആ കൃഷികളൊക്കെ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ചൂടെടുക്കുന്ന മേഖലകൾ, കാലാവസ്ഥയിലൊക്കെ മഴ പ്രതീക്ഷിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ള സമ്മിശ്രമായ വികാരങ്ങൾ മഴയുടെ സമയത്തുണ്ട്. നമ്മൾ നോക്കി മഴ പെയ്യുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ AC-യും ഫാനൊക്കെ ഇട്ട് കിടന്നുറങ്ങുന്നവർ ശീലമായിപ്പോയി. പക്ഷെ നമ്മുടെ ചില വീടുകളെങ്കിലും നമുക്ക് കാണാം, മഴ പെയ്യുമ്പോൾ ഓട് ഇളകി നിൽക്കുന്ന സ്ഥലങ്ങൾ, പട്ടിക മാറി ഒടിഞ്ഞുപോയ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ മഴത്തുള്ളികൾ വീഴുമ്പോൾ രാത്രി അതിനടിയിൽ എന്തെങ്കിലും ഒരു പാത്രം വെച്ച് ആ വെള്ളം ശേഖരിച്ച് നാളെ കഞ്ഞി വയ്ക്കാൻ വേണ്ടിയിട്ടല്ല, ആ വെള്ളം തെറിച്ച് ഒറ്റമുറിയിൽ കിടക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലൊക്കെ വീഴാതിരിക്കുക ഒരു പാത്രമൊക്കെ വെച്ച് അങ്ങനെ മാറി ഒരു മൂലയിലേക്ക് കിടന്നുറങ്ങി നേരം വെളുപ്പിക്കുന്നവരുണ്ട്. അപ്പുറത്തുമുണ്ട് വലിയ വലിയ വീടുകളും വലിയ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഒരുപക്ഷെ ഉറക്കമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് വാച്ചിലേക്കോ ക്ലോക്കിലേക്കോ ഇപ്പോൾ മൊബൈലിലേക്കും നോക്കി നേരം വെളുപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരൊക്കെയുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഈ നോമ്പ് കാലത്തിലെ കുരിശിൻ്റെ വഴി പറയുകയാണ്, ദിനരാത്രങ്ങളായിരുന്നു ഗെത്സമൻ തോട്ടത്തിൽ നിന്ന് കാൽവരി വരെയുള്ള യാത്രയിലേക്ക്. രാത്രി മുതൽ പകലുള്ള സമയം വരെയും ഒരു കുരിശിൻ്റെ വഴി കടന്നു പോകുമ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണ്, ഇനി കുരിശിൻ്റെ വഴിയിലേക്ക് ചേർത്ത് വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തിത്വം ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ടാമത് ചിന്തിക്കാതെ പറയും, അത് ഔസേപ്പ് പിതാവാണ്. ഈശോയുടെ ജനന തിരുനാളിൽ തിരുക്കുടുംബത്തെ ചേർത്ത് പിടിച്ച് തൻ്റെ ഉത്തരവാദിത്തങ്ങളുടെ ഏറ്റവും പൂർണ്ണത കൈവരിച്ച് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട ഔസേപ്പ് പിതാവ് കുരിശിൻ്റെ വഴിയിലുണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമുക്കൊരു വേദന വരുമ്പോൾ, ഒരു ആശുപത്രി കേസ് വരുമ്പോൾ, ഒരു അത്യാവശ്യമായിട്ടുള്ള ഘട്ടം വരുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കും, എൻ്റെ അപ്പനും അമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മറ്റാരേക്കാളും കൂടുതൽ ആശ്വാസമാകായിരുന്നു. ദൈവിക പദ്ധതികളാണ് കുരിശിൻ്റെ വഴിയെന്നറിയാം. എങ്കിലും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഈശോ ഗെത്സമൻ തോട്ടത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന വാർത്തയൊക്കെ അറിഞ്ഞ് ഔസേപ്പ് പിതാവ് ഓടി വരുന്നൊരു ചിത്രം ഉണ്ടാകും പിലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക്. പരിചിതക്കാർ ഓടിപ്പോയി, ശിഷ്യന്മാരും ഓടിപ്പോയി, അറിയില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ എനിക്കറിയാമെന്ന് പറഞ്ഞ് ശാന്തത കൈവെടിയാതെ ഈ മകനോട് ചേർന്ന് നിൽക്കുന്ന ഒരപ്പൻ്റെ രൂപം നമുക്ക് ചിന്തിക്കാൻ പറ്റും. ബൈബിളിലൊന്നുമില്ല, നമ്മുടെ ചിന്തയിലേക്ക്. കുരിശിൻ്റെ വഴിയിലെ ശിമയോനും വെറോനിക്കയും കടന്നു വരുമ്പോൾ ഇടറുന്ന കണ്ണുകളായി തുടിക്കുന്ന ഹൃദയങ്ങളെ പരിശുദ്ധ അമ്മ വരുമ്പോൾ അമ്മ ചിന്തിക്കില്ലേ, ഈ നേരത്ത് ഈ മകൻ്റെ വളർത്തുപിതാവ് ഔസേപ്പ് പിതാവ് ഉണ്ടായിരുന്നുവെങ്കിൽ എത്രമാത്രം ആശ്വാസമായിരുന്നു എൻ്റെ മകന്. വീണ്ടും കുരിശിൻ്റെ വഴിയിൽ വന്ന് മറിയം കാൽച്ചുവട്ടിലിരിക്കുമ്പോഴും കുരിശിൻ്റെ ചുവട്ടിലിരിക്കുമ്പോഴും ഈ ഔസേപ്പ് പിതാവ് ഉണ്ടാകും. ഒരുപക്ഷെ അമരത്യക്കാരൻ ജോസഫ് പോലും ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പെടാതെ ആ ഒരു ശുശ്രൂഷയും റാത്തലും സുഗന്ധദ്രവ്യങ്ങളുമായി വരുന്നതും ഔസേപ്പ് പിതാവായിരിക്കും. ഒക്കെ ദൈവത്തിൻ്റെ പദ്ധതികളാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പോയത്. പക്ഷേ ഔസേപ്പ് പിതാവ് എന്ന ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഒന്ന് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിച്ചത്. ഏതൊരു പ്രയാസ പ്രതിസന്ധികളിലും കുരിശിനോട് ചേർന്നുന്ന, കുരിശിനെ ജീവിതത്തോട് ചേർത്ത് വെച്ച ഈശോയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൽ എന്നും താങ്ങും തണലുമായ ജീവിതം കുരിശിനേക്കാളും ഭാരമുള്ളതായി ഒന്നുമില്ല എന്നറിഞ്ഞിട്ടും ഔസേപ്പ് പിതാവിൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചു ഈ തിരുക്കുമാരൻ്റെയും പരിശുദ്ധ അമ്മയുടെയും സഹനങ്ങളെയും ആകുലതകളെയും വേദനകളെയും. നമുക്കും ഓർക്കാം, ഈ കുരിശിൻ്റെ വഴിയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ കുരിശുകളൊക്കെ ദൈവം ചേർത്ത് പിടിക്കാൻ കൃപയുള്ള ആളുകളെ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. അവരുടെ താങ്ങും തണലും അവരുടെ ആശ്വാസവും പ്രാർത്ഥനയുമാണ് നമ്മുടെ ജീവിതത്തെ
ഈശോയുടെ കുരിശിലേക്ക് കൊണ്ടുപോകുന്ന വലിയ തണലേകുന്ന സാന്നിധ്യങ്ങളായി മാറിയത്. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കുരിശുകൾ നൽകുമ്പോൾ ആരൊക്കെയാണോ ഈ കുരിശിൻ്റെ വഴിയിൽ എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നത്, മറുഭാഗത്തൊക്കെ തെറ്റിദ്ധരിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും പരിഹസിക്കുന്നവരും ഉണ്ടെങ്കിലും ദൈവം ഒരുക്കി വയ്ക്കും നിൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സഹായഹസ്തങ്ങളെ, ആശ്വാസ ജീവിതങ്ങളെ. ജീവിതത്തിൻ്റെ കുരിശിൽ നിന്ന് നീ താഴെ വീഴാതിരിക്കാൻ ദൈവം സമൃദ്ധമായി നമ്മളെ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്ന നോമ്പുകാലത്ത് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായി എന്നും ദൈവകൃപ കൊണ്ട് നിറയ്ക്കട്ടെ.